ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ്. കാരണം ഇന്നലെ പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കുരിശ് സ്ഥാപിച്ചത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് പോലീസ് എത്തി ആ കുരിശ് അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു, അതായത് പൊളിച്ചു നീക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസെടുത്തത്. കലക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് കേസ്. പീരുമേട് എല്ലാർ തഹസിൽദാരുടെ പരാതിയിൽ വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തത്. കയ്യേറ്റ ഭൂമിയിലെ കുരിശ് ഇന്നലെ റവന്യൂ സംഘമാണ് പൊളിച്ചു നീക്കിയത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഇന്നലെ റവന്യൂ സംഘം എത്തിയ കുരിശ് പൊളിച്ചു നീക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇന്നിപ്പോഴാണ് കേസും മറ്റ് നിയമ നടപടികളിലേക്കുമൊക്കെ കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കളക്ടറുടെയൊക്കെ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയതിനൊക്കെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്, എന്തൊക്കെ വിശദാംശങ്ങൾ? ജിൽസി, ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് റിസോർട്ടിനോടനുബന്ധിച്ച് ഈ കുരിശ് സ്ഥാപിച്ചത്. ഈ സജിത്തിന്റെ ഉടമസ്ഥതയിൽ പരുന്തുംപാറയിലുള്ള ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നും അവിടെ അനധികൃതമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. മൂന്നാറിലും വാഗമണിനും പുറമെ പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമുണ്ട്. പ്രത്യേകിച്ച് പീരുമേട്, മഞ്ചുമല വില്ലേജുകളിൽ ഈ സർവേ നമ്പർ മാറി പട്ടയം നൽകിയിട്ടുണ്ട് എന്നുള്ള ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഈ നടപടികളെല്ലാം തന്നെ വേഗത്തിലാവുകയും കർശനമാക്കുകയും ചെയ്തത്. പക്ഷേ ഈ സ്ഥലത്ത് എല്ലാ തഹസിൽദാരെത്തി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ സജിത് ജോസഫ് റിസോർട്ടിനോടനുബന്ധിച്ച് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടയിടാനാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത് വിവാദമാവുകയും ഈ വാർത്താ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുകയും ചെയ്തത്. പിന്നാലെയാണ് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇടപെടുകയും ചെയ്തത്. ഈ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു. ഇന്നലെ ഈ റിസോർട്ടിനോടനുബന്ധിച്ച് സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ സ്ഥലത്ത് നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് കയ്യേറ്റം കൂടുതലായി നടന്നതായി കണ്ടെത്തിയിരിക്കുന്ന പീരുമേട്, വാഗമൺ, മഞ്ചുമല വില്ലേജുകളിലെ 5 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട സ്ഥലത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിരോധനാജ്ഞ നിലനിൽക്കെ അത് അവഗണിച്ചും ഇത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെല്ലാം അവഗണിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പീരുമേട് എല്ലാ തഹസിൽദാർ പോലീസിൽ പരാതി നൽകിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ 7 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ശുപാർശയും ഇപ്പോൾ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പീരുമേട്, മഞ്ചുമല, വാഗമൺ വില്ലേജുകളിൽ റവന്യൂ സംഘം, പ്രത്യേക റവന്യൂ സംഘം, അതായത് 15 സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സംഘത്തിന് നേതൃത്വത്തിലുള്ള പരിശോധനയും മറ്റ് സർവേ അടക്കമുള്ള തുടർ നടപടികളും നടക്കുകയാണ്. ജിൽസി.